വിദ്യാർത്ഥികളെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ 6ാം ക്ലാസ്സിലെ മാത്തമാറ്റിക്സിൻ്റെ ചാപ്റ്ററായ 3ാമത്തെ ചാപ്റ്ററായ വോളിയം എന്ന ചാപ്റ്ററും അതിലെ ക്വസ്റ്റ്യൻസ് ആക്ടിവിറ്റീസുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ വോളിയം എന്നാൽ മലയാളത്തിൽ വ്യാപ്തം എന്നാണ് മലയാളത്തിൽ ഇതിൻ്റെ അർത്ഥം. അപ്പോൾ ആദ്യം ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചു വെക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ വോളിയം കാണാനുള്ള ഇക്വേഷൻ കാണാതെ പഠിക്കുക. അപ്പോൾ വോളിയം കാണാനുള്ള ഇക്വേഷൻ എന്താണ്? വോളിയം കാണാനുള്ള ഇക്വേഷൻ ലെങ്ത് ഇൻറ്റു വിഡ്ത്ത് ഇൻറ്റു ഹൈറ്റ്, എൽ ഇൻറ്റു ബി ഇൻറ്റു എച്ച് എന്ന് പറയും. എൽ ഇൻറ്റു ബി ഇൻറ്റു എച്ച്, ലെങ്ത് ഇൻറ്റു വിഡ്ത്ത് ഇൻറ്റു ഹൈറ്റ്. വോളിയം കാണാനുള്ള ഇക്വേഷൻ നിങ്ങൾ കാണാതെ പഠിച്ചു വച്ചിരിക്കുക. ഇനി താഴെയുള്ള ചോദ്യങ്ങൾക്ക് ഓരോന്നിനായിട്ട് നമുക്ക് ആൻസർ ചെയ്യാം. പേജ് നമ്പർ 37 ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഓൾ ബ്ലോക്സ് ഷോൺ ബിലോ ആർ മെയ്ഡ് അപ്പ് ഓഫ് ക്യൂബ്സ് ഓഫ് സൈഡ് 1 cm. സൈഡ് 1 cm ആയിട്ടുള്ള ക്യൂബ് വച്ചിട്ട് എന്ത് ചെയ്തിരിക്കുന്നു? ഒരു ബ്ലോക്ക് ഒരു ക്യൂബ് മെയ്ഡ് ചെയ്തിരിക്കുന്നു അല്ലേ? ബ്ലോക്ക് വെച്ചിട്ട് ഒരു ക്യൂബ് മെയ്ഡ് ഉണ്ടാക്കിയിരിക്കുന്നു. കാൽക്കുലേറ്റ് ദ വോളിയം ഓഫ് ഈച്ച്. അപ്പം ഓരോ ക്യൂബിൻ്റെയും വോളിയം കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഫസ്റ്റ് വണ്ണിൻ്റെ നമുക്ക് നോക്കാം. നമ്മൾ വോളിയം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ പറഞ്ഞു, ലെങ്ത് ഇൻറ്റു വിഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് എന്ന് പറഞ്ഞു അല്ലേ? അപ്പം നമുക്ക് നോക്കാം. ഇതിൻ്റെ ലെങ്ത് എത്രയാണ്? 4 ആണ്. ബ്രെഡ്ത്ത് എത്രയാണ്? വീതി എത്രയാണ്? വീതിയും 4 ആണ്. ഹൈറ്റ് ഉയരവും എത്രയാണ്? 4 ആണ്. അപ്പം 4 ഇൻറ്റു 4 എത്രയാണ്? 64 ക്യൂബിക് സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. 64 ക്യൂബിക് സെൻറ്റിമീറ്റർ. അങ്ങനെയാണെങ്കിൽ രണ്ടാമത് നോക്കൂ, എത്ര നമ്പർ ഓഫ് സ്മോൾ ക്യൂബ്സ് ഉണ്ട്? ഇതിൻ്റെയും ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് ആണ് അല്ലേ? ലെങ്ത് എത്രയാണ്? ലെങ്ത് 2 ആണ്. ഇൻറ്റു ബ്രെഡ്ത്ത് എത്രയാണ്? ബ്രെഡ്ത്തും 2 ആണ്. 2 ഇൻറ്റു ഹൈറ്റ് എത്രയാണ്? 3 ആണ് അല്ലേ? ക്യൂബിൻ്റെ എണ്ണം നോക്കിയാൽ മതി, നമ്പർ ഓഫ് സ്മോൾ ക്യൂബ്സ് നോക്കിയാൽ മതി. അപ്പം 2 ഇൻറ്റു 2 4 ഇൻറ്റു 3 12 ക്യൂബിക് സെൻറ്റിമീറ്റർ. ഇതിൻ്റെ എങ്ങനെ കിട്ടുന്നത്? 12 ക്യൂബിക് സെൻറ്റിമീറ്ററിന് കിട്ടും. അങ്ങനെയാണ് ഈ താഴെയുള്ളതിൻ്റെ നിങ്ങളൊന്ന് പറഞ്ഞു നോക്കൂ. മൂന്നാമത്തേൽ നമ്മൾ സ്മോൾ ക്യൂബ്സിൻ്റെ നമ്പറാണ് നോക്കണം കേട്ടോ. ലെങ്ത്ത് നമ്മുടെ ഇക്വേഷൻ മറക്കണ്ട, ലെങ്ത് ഇൻറ്റു വിഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് ആണ്. ലെങ്ത്ത് എന്ന് പറയുന്നത് എത്രയാണ്? ലെങ്ത്തിൽ എത്രയുണ്ടെന്ന് നോക്കൂ. മൂന്നാമത്തെ പിക്ചറിൽ ലെങ്ത് ഇൻറ്റു വിഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് എത്രയുണ്ട്? ലെങ്ത്ത് നോക്കിയേ, ഇതാണ് ലെങ്ത് അല്ലേ? 1 2 3 4 ആണ്. അപ്പം 4 ഇൻറ്റു, ഇനി ഹൈറ്റ് എത്രയുണ്ട്? ഹൈറ്റ് 3 ആണ്. 4 ഇൻറ്റു 3 ഇൻറ്റു വിഡ്ത്ത് എത്രയുണ്ട്? വിഡ്ത്തും 3 ആണ്. അപ്പം 4 ഇൻറ്റു 3 ഇൻറ്റു 3, ലെങ്ത് ഇൻറ്റു വിഡ്ത്ത് ഇൻറ്റു ഹൈറ്റ്, ലെങ്ത്തും വിഡ്ത്തും ഹൈറ്റും അല്ലേ? അപ്പോൾ എത്രയാണ് കിട്ടുന്നത്? 4 ഇൻറ്റു 3 ഇൻറ്റു 3 36 ക്യൂബിക് സെൻറ്റിമീറ്റർ. ഇനി നെക്സ്റ്റ് പിക്ചർ നോക്കൂ. നാലാമത്തെ പിക്ചർ ലോങ് ക്യൂബിൻ്റെയാണ് തന്നിരിക്കണേ. അപ്പോൾ നമ്പർ ഓഫ് സ്മോൾ ക്യൂബ്സ് എത്ര എണ്ണാണെന്ന് നമുക്ക് നോക്കാം. ലെങ്ത്ത് എന്ന് പറയുന്നത് ഇതാണ്, 1 2 3 4 5 6 7. അപ്പം 7 ഇൻറ്റു വിഡ്ത്ത് എന്ന് പറയുന്നത് എത്രയാണ്? 2 ആണ്. 2 ഇൻറ്റു ഹൈറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? ഇതാണ് 3 എണ്ണം. 1 2 3 അല്ലേ? ഹൈറ്റ് എന്ന് പറയുന്നത് 3. അപ്പോൾ 7 ഇൻറ്റു 2 ഇൻറ്റു 3 എത്രയാണ്? 42 ക്യൂബിക് സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. അടുത്തത് എന്നാൽ അതുപോലെ ഒന്ന് ചെയ്ത് നോക്കിയേ. നമ്പർ ഓഫ് സ്മോൾ ക്യൂബ്സ്, ലെങ്ത് എത്രയാണ്? 3 ആണ് അല്ലേ? ലെങ്ത് 3 ആണ്. 3 ഇൻറ്റു വിഡ്ത്ത് എത്രയാണ്? വിഡ്ത്ത് 2. 2 ഇൻറ്റു ഹൈറ്റ് എത്രയാണ്? 2 ആണ്. 3 ഇൻറ്റു 2 ഇൻറ്റു 2 എത്രയാണ്? 12 ക്യൂബിക് സെൻറ്റിമീറ്റർ. ഇങ്ങനെയാണ് ഇതിൻ്റെ ഉത്തരങ്ങൾ വരിക ഓരോ പിക്ചറിലെയും. ഇനി നെക്സ്റ്റ് പേജ് നമ്പർ 40 ക്വസ്റ്റ്യൻസ് ചെയ്യാം. പേജ് നമ്പർ 14 ദ ലെങ്ത് വിഡ്ത്ത് ആൻഡ് ഹൈറ്റ് ഓഫ് എ ബ്രിക്സ് ആർ
21 സെൻറ്റിമീറ്റർ, 15 സെൻറ്റിമീറ്റർ ആൻഡ് 7 സെൻറ്റിമീറ്റർ. വാട്ട് ഈസ് ദിസ് വോളിയം? ഇതിനകത്ത് നമുക്ക് എന്തൊക്കെ തന്നിട്ടുണ്ട്? ഹൈറ്റ് തന്നിട്ടുണ്ട്, പിന്നെ ലെങ്ത് തന്നിട്ടുണ്ട്, വിഡ്ത്ത് ഹൈറ്റ്. ലെങ്ത് എന്ന് പറയുന്നത് 21, വിഡ്ത്ത് എന്ന് പറയുന്നത് 15, ഹൈറ്റ് എന്ന് പറയുന്നത് 7 സെൻറ്റിമീറ്റർ. ഇത്രയും കാര്യങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ എടുത്ത് എഴുതണം. ലെങ്ത് എത്രയാണെന്ന് എടുത്ത് എഴുതണം അല്ലേ? ലെങ്ത് എത്രയാണ്? ലെങ്ത് 21 സെൻറ്റിമീറ്റർ, പിന്നെ വിഡ്ത്ത് 15 സെൻറ്റിമീറ്റർ, ഹൈറ്റ് 7 സെൻറ്റിമീറ്റർ. നമ്മുടെ ഇക്വേഷൻ എന്താണ്? L ഇൻറ്റു ബി ഇൻറ്റു എച്ച് ആണ്. അപ്പോൾ 21 ഇൻറ്റു 15 ഇൻറ്റു 7 എത്രയാണ് കിട്ടുന്നത്? നമുക്ക് 2205 എന്ന് കിട്ടും. 2205 ക്യൂബിക് സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. ഇതാണ് ഉത്തരം. ഇതാണ് ഉത്തരമായിട്ട് വരുന്നത്. ഈ ഇക്വേഷൻ നിങ്ങൾ ഓർത്തിരുന്ന് പഠിച്ചാൽ മതി. ഇതാണ് ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ആൻ അയൺ ക്യൂബ് ഈസ് ഓഫ് സൈഡ് 8 സെൻറ്റിമീറ്റർ. ഒരു അയൺ ക്യൂബിൻ്റെ സൈഡ്സ് എന്താണ്? 8 സെൻറ്റിമീറ്റർ ആണ്. വാട്ട് ഈസ് ഇറ്റ്സ് വോളിയം? അതിൻ്റെ വോളിയം എത്ര? 1 ക്യൂബിക് സെൻറ്റിമീറ്റർ ഓഫ് അയൺ വെയ്റ്റ്സ് 8 ഗ്രാം. എന്താ പറയണേ? ഒരു ക്യൂബിക് സെൻറ്റിമീറ്റർ ഓഫ് അയണിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് 8 ഗ്രാം ആണ്. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ വെയിറ്റ് ഓഫ് ദിസ് ക്യൂബ്? ഈ ക്യൂബിൻ്റെ വെയിറ്റ് എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ആൻ അയൺ ക്യൂബ് ഈസ് ഓഫ് സൈഡ് 8 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ ആ ക്യൂബിൻ്റെ എല്ലാ സൈഡ്സും 8 സെൻറ്റിമീറ്റർ ആയിരിക്കും. അതായത് ഓൾ സൈഡ്സ് ഓഫ് ദ ക്യൂബ് ആർ ഈക്വൽ. അപ്പോൾ അതിൻ്റെ വോളിയം കണ്ടുപിടിക്കാൻ നമുക്കറിയാലോ. വോളിയം കണ്ടുപിടിക്കാൻ L ഇൻറ്റു ബി ഇൻറ്റു എച്ച്. എല്ലാ സൈഡും ഈക്വൽ ആണെങ്കിൽ ലെങ്ത് എന്ന് പറയുന്നതും 8 ആയിരിക്കും, വിഡ്ത്ത് എന്ന് പറയുന്നതും 8 ആയിരിക്കും, ഹൈറ്റ് എന്ന് പറയുന്നതും 8 ആയിരിക്കും. അപ്പോൾ ടോട്ടൽ എത്രയാണ് നമുക്ക് കിട്ടുന്നത്? 8 ഇൻറ്റു 8 ഇൻറ്റു 8 എത്രയാണ്? 512 അല്ലേ? 512 ക്യൂബിക് സെൻറ്റിമീറ്റർ. 512 ക്യൂബിക് സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. ഇനി നമ്മളോട് പറഞ്ഞിട്ടുണ്ട് വെയിറ്റ് ഓഫ് 1 ക്യൂബിക് സെൻറ്റിമീറ്റർ. അടുത്തത് നമ്മൾ എഴുതേണ്ട വഴി എങ്ങനെയാണ്? വെയിറ്റ് ഓഫ് 1 ക്യൂബിക് സെൻറ്റിമീറ്റർ ഓഫ് അയൺ എത്രയാണ്? 8 ഗ്രാം ആണ്. 8 ഗ്രാം ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ വെയിറ്റ് ഓഫ് ദ ക്യൂബ്. ടോട്ടൽ വെയിറ്റ് ഓഫ് ദ ക്യൂബ് എത്രയായിരിക്കും? 512 ഇൻറ്റു 8 അല്ലേ? അപ്പോൾ 4096 ഗ്രാംസ് എന്ന് കിട്ടും. ഇതാണ് രണ്ടാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം. അപ്പോൾ ഇവിടെയൊക്കെ വോളിയം കണ്ടുപിടിക്കാൻ ലെങ്ത്തും ബ്രെഡ്ത്തും ഹൈറ്റും ഗുണിച്ചാൽ മതി, മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഇവിടെ എല്ലാ സൈഡും ഈക്വൽ ആണ് അല്ലേ? ഓൾ സൈഡ്സ് 8 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ എല്ലായിടത്തും 8 ഇൻറ്റു 8 ഇൻറ്റു 8 വെച്ചിട്ട് ചെയ്താൽ 512 ക്യൂബിക് സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. പിന്നെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് എന്താണ്? വെയിറ്റ് ഓഫ് 1 ക്യൂബിക് സെൻറ്റിമീറ്റർ ഓഫ് അയൺ എന്ന് പറയുന്നത് 8 ഗ്രാം ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഈ ടോട്ടൽ വെയിറ്റിനെ എന്താണ്? നിങ്ങൾ ടോട്ടൽ വോളിയത്തിനെ ആ 1 ക്യൂബിക് സെൻറ്റിമീറ്റർ ഓഫ് ദ അയൺ വെയിറ്റും കൊണ്ട് എന്ത് ചെയ്താൽ മതി? ഇൻറ്റു ചെയ്താൽ മതി. 512 ഇൻറ്റു 8 4096 ഗ്രാം എന്ന് കിട്ടും. നെക്സ്റ്റ് പേജ് നമ്പർ 41 ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ ഒരു ടേബിൾ കാണിച്ചിട്ടുണ്ട്. ദ ടേബിൾ ഷോസ് ദ മെഷർമെന്റ് ഓഫ് സം റെക്ടാങ്കുലർ ബ്ലോക്സ്. കാൽക്കുലേറ്റ് ദ മിസ്സിംഗ് മെഷർ. ഇതിൽ മിസ്സായേക്കുന്ന മെഷേഴ്സ് കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് റോയിൽ നോക്കൂ. 3 സെൻറ്റിമീറ്റർ ലെങ്ത്ത്, വിഡ്ത്ത് 8 സെൻറ്റിമീറ്റർ, ഹൈറ്റ് 7 സെൻറ്റിമീറ്റർ. അപ്പോൾ വോളിയം കാണാൻ എന്ത് ചെയ്താൽ മതി? L ഇൻറ്റു ബി ഇൻറ്റു എച്ച് 3 മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ 3 ഇൻറ്റു 8 ഇൻറ്റു 7 ചെയ്യുക. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 168 ക്യൂബിക് സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. വോളിയം കാണാം. വീണ്ടും ലെങ്ത്ത് 6 സെൻറ്റിമീറ്റർ, വിഡ്ത്ത് 4 സെൻറ്റിമീറ്റർ, ഹൈറ്റ് 5 സെൻറ്റിമീറ്റർ. അപ്പോൾ വോളിയം കാണാൻ 6 ഇൻറ്റു 4 ഇൻറ്റു 5 എത്ര കിട്ടും? 120 ക്യൂബിക് സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. അടുത്തതിൽ നമുക്ക് വോളിയം തന്നിട്ടുണ്ട് 48 സെൻറ്റിമീറ്ററിന്. നമുക്ക് ലെങ്ത്തും വിഡ്ത്തുമാണ് തന്നേക്കണം. ഹൈറ്റ് കണ്ടുപിടിക്കണം. ഹൈറ്റാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പം നമുക്ക് തന്നിരിക്കുന്നത് വോളിയമാണ്. അപ്പം വോളിയത്തിനെ എന്ത് ചെയ്താൽ മതി? വോളിയം മുകളിൽ എഴുതിയിട്ട് വോളിയത്തിനെ ലെങ്ത്തും വിഡ്ത്തും കൊണ്ടും കിട്ടുന്ന പ്രോഡക്റ്റും കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഡിവൈഡ് ചെയ്താൽ മതി. 6 ഇൻറ്റു 4 48 ഡിവൈഡഡ് ബൈ 6 ഇൻറ്റു 4
അപ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും? ഹൈറ്റ് കിട്ടും. 48 ഡിവൈഡ് ബൈ 6 ഇൻറ്റു 4. അപ്പോൾ 6 4 48 ഡിവൈഡ് ബൈ 64 6 ഇൻറ്റു 4 എന്ന് പറഞ്ഞാൽ 6 ഇൻറ്റു 4 എത്രയാണ്? 24 അല്ലേ? അപ്പോൾ എത്രയാണ് കിട്ടുന്നത്? 48നെ 24 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടുന്നത്? 2 സെൻറ്റിമീറ്റർ. 2 സെൻറ്റിമീറ്റർ എന്നാണ് ഉത്തരം കിട്ടുക. അപ്പോൾ ഇവിടെ ഹൈറ്റ് എന്ന് പറയുന്നത് 2 സെൻറ്റിമീറ്റർ ആണ്. അതുപോലെ തന്നെയാണ് അടുത്തതും ചെയ്യേണ്ടത്. വോളിയം തന്നാൽ L ഇൻറ്റു ബി ഇൻറ്റു എച്ച്. ഇനി നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ഹൈറ്റോ ലെങ്തോ വിട്ടൊക്കെ കിട്ടേണ്ടതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? വോളിയത്തിനെ നിങ്ങൾക്ക് തന്നിരിക്കുന്ന മെഷർമെൻറ്റ്സും കൊണ്ട് എന്ത് ചെയ്താൽ മതി? ഡിവൈഡ് ചെയ്താൽ മതി. ഓക്കെ. ഇപ്പോൾ നെക്സ്റ്റ് തന്നിരിക്കുന്നത് ലെങ്ത് തന്നിട്ടുണ്ട് 8 സെൻറ്റിമീറ്റർ, ഹൈറ്റ് തന്നിട്ടുണ്ട്. നിങ്ങൾ ഏതാ കണ്ടുപിടിക്കേണ്ടത്? നിങ്ങൾ വിഡ്ത്താണ് കണ്ടുപിടിക്കേണ്ടത്. വോളിയം തന്നിട്ടുണ്ട് 48 എന്ന്. ഇതുപോലെ തന്നെ ചെയ്യാം. 8 ഇൻറ്റു 2. അപ്പോൾ എങ്ങനെ കിട്ടും? 48 ഡിവൈഡ് ബൈ 8 ഇൻറ്റു 2 എത്രയാണ്? 16. 8 ഇൻറ്റു 2 16 ആണ് അല്ലേ? 8 ഇൻറ്റു 2 16. അപ്പോൾ ഇനി എന്ത് ചെയ്യണം? ഡിവൈഡ് ചെയ്യുക 8 ഇൻറ്റു 2. അപ്പോൾ 48 ഡിവൈഡ് ബൈ 68 ചെയ്യുക. 48 ബൈ 68 ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടുന്നത്? നമുക്ക് 3 സെൻറ്റിമീറ്ററിന് കിട്ടും. 48നെ 16 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 3 സെൻറ്റിമീറ്ററിന് കിട്ടും. അതായത് വിഡ്ത്ത് എന്ന് പറയുന്നത് 3 സെൻറ്റിമീറ്റർ ആണ്. ഇനി നാലാമത്തെ ഇതുപോലെ തന്നെ എന്താണ്? നമുക്ക് ലെങ്ത്താണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ 48 ഡിവൈഡ് ബൈ 2 ഇൻറ്റു 2. 48 ഡിവൈഡ് ബൈ 2 ഇൻറ്റു 2 4. 48നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 12 സെൻറ്റിമീറ്ററിന് കിട്ടും. അപ്പോൾ ലെങ്ത്ത് 12 സെൻറ്റിമീറ്റർ ആണ്. നെക്സ്റ്റ് വോളിയം 80 ക്യൂബിക് സെൻറ്റിമീറ്റർ ആണ്. ഹൈറ്റ് തന്നിട്ടുണ്ട്, വിഡ്ത്ത് തന്നിട്ടുണ്ട്, ലെങ്ത്ത് കണ്ടുപിടിക്കുക. അപ്പോൾ 80 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 4. അപ്പോൾ 80 ഡിവൈഡ് ബൈ 2 ഇൻറ്റു 4 8 ആണ് അല്ലേ? അപ്പോൾ എത്ര കിട്ടും? 10 ഇൻറ്റു 80 80 അല്ലേ? അപ്പോൾ നമുക്ക് എത്ര കിട്ടുന്നത്? 10 സെൻറ്റിമീറ്റർ എന്നാണ് കിട്ടുക. ലെങ്ത്ത് 10 സെൻറ്റിമീറ്റർ. നെക്സ്റ്റ് നമുക്ക് തന്നിരിക്കുന്നത് 210 എന്ന് പറയുന്നത് വോളിയമാണ്. 210 വോളിയമായിട്ടാണ് തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഹൈറ്റ് തന്നിട്ടുണ്ട്, ലെങ്ത്ത് തന്നിട്ടുണ്ട്. എന്ത് കണ്ടുപിടിക്കണം? വിഡ്ത്താണ് കണ്ടുപിടിക്കണം. അപ്പോൾ 210 ഡിവൈഡ് ബൈ എന്ത് ചെയ്താൽ മതി? 14 ഇൻറ്റു 5 ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് 3 സെൻറ്റിമീറ്ററിന് ഉത്തരം കിട്ടും. ഇവിടെ ഉത്തരം കിട്ടുന്നത് 3 സെൻറ്റിമീറ്റർ എന്നാണ്.